സംഘർഷമുണ്ടായ യുപിയിലെ സംഭൽ സന്ദർശിക്കാൻ പുറപ്പെട്ട മുസ്ലിം ലീഗ് എംപിമാരെ പോലീസ് തടഞ്ഞു. ഗാസിയാബാദിൽ വെച്ച് ഉത്തർപ്രദേശ് പോലീസാണ് എംപിമാരെ തടഞ്ഞത്. സംഭലിൽ എംപിമാർക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല. സംഭൽ സന്ദർശിക്കാനുള്ള ദൌത്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എംപി പറഞ്ഞു. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, ഇ ടിക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? മുസ്ലിം ലീഗിന് ഈ പാർലമെന്റിലുള്ള 5 എംപിമാരും ഉണ്ടായിരുന്നു. സമദാനി, അബ്ദുൽ വഹാബ് അടക്കമുള്ള 5 എംപിമാരും ചേർന്നാണ് സംഭൽ സന്ദർശിക്കാനായി ഇന്ന് ഉച്ചയോടെ പുറപ്പെട്ടത്. എന്നാൽ 100 കിലോമീറ്റർ മുൻപേ തന്നെ യു പി പോലീസ് ലീഗ് എംപിമാരെ തടയുകയായിരുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ന് സന്ദർശിക്കാനുള്ള അനുമതി തേടിയിരുന്നു. സാമ്പാലിൽ പുറത്തു നിന്നുള്ള ആർക്കും അകത്തേക്ക് അനുമതി നേരത്തെ നൽകിയിരുന്നില്ല. പക്ഷേ സാമ്പാലിൻ്റെ അതിർത്തി വരെ പോകാനാകും എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. പക്ഷേ ആ 100 കിലോമീറ്റർ പരിധിക്ക് മുന്നേ തന്നെ തടയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുകയും ചെയ്യുന്നത്. ഗാസിയാബാദിൽ വെച്ച് തന്നെ യു പി ദില്ലി അതിർത്തി പ്രദേശമാണ് ഗാസിയാബാദ്. അവിടെ വെച്ച് തന്നെ തടയുകയും അകത്തേക്ക് കടത്തിവിടാൻ അനുമതിയില്ല, അതിന് മുകളിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ട് എന്നാണ് പോലീസുകാർ ലീഗ് എംപിമാരെ അറിയിച്ചത്. 5 എംപിമാർ ഉണ്ടായിരുന്നു. ലീഗിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള എംപി അടക്കമുള്ളവർ ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അവിടെ എന്തൊക്കെയോ മറയ്ക്കാൻ കേന്ദ്ര സർക്കാരിനും യു പി സർക്കാരിനും തിടുക്കമാണ്. അതുകൊണ്ടാണ് എംപിമാരെ പോലും അകത്തേക്ക് കടത്തിവിടാനാകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്ന് എംപിമാർ കുറ്റപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉച്ചയോടെ അവർ ഇവിടെ നിന്ന് പുറപ്പെട്ടു. 100 കിലോമീറ്റർ മുൻപ് തന്നെ സാമ്പാലിലേക്ക് കടക്കാനായി പുറപ്പെട്ട എംപിമാരെ തടയുന്ന കാഴ്ചയാണ് കണ്ടത്. സുജയ.